കീടനാശിനി പ്രയോഗത്തിന്റെ ദുരിതം പേറി പിറന്ന കുരുന്നുകൾക്ക് വർണ്ണാഭമായ പുതുലോകം തുറന്ന് കാസർകോട്ടെ ഹൈടെക് ബഡ് സ്കൂൾ. ആധുനിക സങ്കേതങ്ങൾക്കൊപ്പം കുട്ടികൾക്ക് വേണ്ടി ഫിസിയോതെറാപ്പി യൂണിറ്റും ബഡ് സ്കൂളിൽ ഒരുക്കി. കുട്ടികൾക്ക് നിറവും മണവും മനസ്സിലാക്കി കൊടുക്കുന്ന കളർ സെൻസറിംഗ് കേന്ദ്രവും സെൻസറിംഗ് ഗാർഡനും സ്കൂളിന്റെ പ്രത്യേകതയാണ്. കളിക്കുന്നെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് നല്ല ഭാഗമുണ്ട്, കളിക്കാൻ നല്ല സുഖമുണ്ട്. ടീച്ചർമാർ പഠിപ്പിക്കുകയും ചെയ്യും, ചിറ്റൻ ബേക്കും പഠിപ്പിക്കും, പിന്നെ കഥ കൊക്കാൻ പഠിപ്പിക്കും. പുതിയ വിദ്യാലയം എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഈ വാക്കുകൾ. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമായിരുന്ന പഠനാന്തരീക്ഷമാണ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് മാറിയത്. എല്ലാം ആസ്വദിക്കുന്നു ഈ കുരുന്നുകൾ. വിശാലമായ ക്ലാസ് മുറിയുടെ ചുവരുകളിൽ നിറഞ്ഞിരിക്കുന്ന പെയിന്റിങ്ങുകൾ പെരിയ മാതൃക ബഡ് സ്കൂളിലെത്തുന്ന ആരുടെയും മനം കുളിർപ്പിക്കും. പ്രായത്തിനനുസരിച്ച് മുകുളം, ഇതൾ, തളിർ തുടങ്ങിയ പേരുകളിലാണ് ക്ലാസ് മുറികൾ. സദാസമയവും അമ്മമാർ ഒപ്പം വേണ്ടിവരുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക മുറി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ കലാവാസനകൾക്കനുസരിച്ച് ടീച്ചർമാരുടെ പ്രോത്സാഹനം കൂടെയാകുമ്പോൾ ഇവിടുത്തെ പഠിതാക്കൾക്ക് അതിരില്ലാത്ത സന്തോഷം. മനോഹരമായ ക്ലാസ് മുറികൾക്ക് പുറമെ ഫിസിയോതെറാപ്പി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. വിവിധ വർണ്ണങ്ങളെ തിരിച്ചറിയുന്നതിനും ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് കളർ സെൻസറിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇരുണ്ട മുറിയിൽ വർണ്ണ വെളിച്ചങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കുട്ടികളുടെ പഠനം. പൂക്കളെയും പരിസ്ഥിതിയെയും അറിയാനും വിവിധ ഗന്ധങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമാണ് സെൻസറിംഗ് ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും പുതിയ ലോകത്താണ് പെരിയ ബഡ് സ്കൂളിലെ കുട്ടികൾ. അനിൽ നീലേശ്വരത്തിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കാസർഗോഡ്.